അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വൈകുന്നേര വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ വീടിൻ്റെ മുകൾ വശത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ചെറിയൊരു സപ്പോട്ട മരമുണ്ട്. അതിൽ സപ്പോട്ടയ്ക്ക് കുറച്ച് ദിവസമായി പിടിച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇതിൽ സപ്പോട്ട ഉണ്ടോ നോക്കാട്ടോ. ഇപ്പോൾ 2-3 കാണുന്നുണ്ട്, നോക്കട്ടെ, പറിച്ച് നോക്കട്ടെ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. ഇതിന് മുന്നേറ്റ വീഡിയോസും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു 2-3 സപ്പോർട്ട ഞാൻ കണ്ടു കേട്ടോ. അത് രണ്ടും മോശമായിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ആ സപ്പോർട്ടയിലൊന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കൈകൊണ്ട് എത്തിപ്പിടിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കൈകൊണ്ട് തന്നെ പറിച്ചെടുത്തിട്ട് ഒരു കുരിയയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ കാണുമ്പോൾ സപ്പോർട്ട് അങ്ങനെ പിടിച്ചിട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഇലയുടെ ഇടയ്ക്കെല്ലാം ഒന്ന് മറിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് കേട്ടോ അത് കാണാത്തത്. ഇത് 3 പറിച്ചിട്ടുണ്ട് കേട്ടോ. 3 പറിച്ചാൽ 3 മോശമാണ് കേട്ടോ. ചേനയുണ്ട്, ചേന ഉണ്ടാവണേ പറിക്കുമ്പോൾ. പിന്നെ മോശം നമ്മളെ ഭാഷയിൽ പറയാണ് പൊട്ട് എന്ന് പറയും. ഇതാ ഇതും എന്തോ പുഴു അങ്ങാണ്ട് കയറിയെന്ന് തോന്നും. ഇതാ ഇതിന് ചെറിയൊരു കുത്ത് വന്നിട്ടുണ്ട്. ബാക്കി നോക്കട്ടെ പറിച്ചിട്ട്. പഴുത്ത് കഴിഞ്ഞിട്ട് പറിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടും പറിക്കാനായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോഴത്തേക്കും വവ്വാലെങ്ങാനും അത് കൊണ്ടുപോയിട്ടുണ്ടാവും. എൻ്റെ അമ്മ മതിലുണ്ട്, പറിക്കാൻ കഴിയില്ലാന്ന് തോന്നുന്നു. അവിടെ കുറേ സപ്പോട്ടകൾ പറിച്ചിട്ടുണ്ട്. കുഞ്ഞാറ്റിനും കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ സപ്പോർട്ട പറിക്കാനായിട്ട്. കുഞ്ഞാറ്റാട്ടെ വീഡിയോ എടുക്കുന്നത്. ഓളാണെങ്കിൽ ഒരു നിമിഷം വായി അടക്കി വെക്കുന്നതിൽ എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സപ്പോർട്ട മരം മാഷേട്ടൻ നട്ടതാണ് കേട്ടോ. കുറേ കാലമായിട്ട് നട്ടിട്ട്. അയ്യോ, എൻ്റെ അച്ഛനെ ഉൾക്കൊണ്ടി വരും. ആ മുകളിലില്ലാതെങ്കിലും ഒന്നെങ്കിലും കിട്ടി, 2 കിട്ടിയല്ലോ. സപ്പോർട്ട നട്ടിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. ഇപ്പം കുറച്ച് കാലമായിട്ട് അതിൽ പിടിക്കുക. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അതിൽ പിടിക്കുന്നുണ്ട്. പിടിക്കുന്ന സമയത്ത് നല്ലോണം പിടിക്കുന്നുണ്ട്. പക്ഷേ നമ്മളത് പറിച്ച് വെച്ചെങ്കിൽ മാത്രമേ നമുക്കത് തിന്നാനായിട്ട് കിട്ടുമല്ലോ. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ വവ്വാലെല്ലാം കൊണ്ടുപോകുന്നില്ലേ. പറിച്ചിട്ട് പഴുപ്പിക്കലേ നിവർത്തിയില്ല കേട്ടോ. അതുകൊണ്ട് കിട്ടുന്നതെല്ലാം പറിച്ചെടുത്ത ശേഷം ബാക്കിയുള്ളത് പറിക്കാനായിട്ട് ഞാൻ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടാണ്. കുറച്ചൊക്കെ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് കിട്ടി. അങ്ങനെ താഴോട്ട് ഇറങ്ങി. ഇത്രയും സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെ അതെ, ഭയങ്കര ചേന. വായു കേട്ടോ പ്ലീസ്. ഉണ്ടല്ലോ കേട്ടോ. ഇതാ അപ്പോഴത്തേക്ക് എല്ലാം മോശമായിട്ടുണ്ട്. ഇതാ ഏകദേശം ഉണ്ടതാ ഫുള്ള് പുഴുവൊക്കെ കയറിയിട്ട് മോശമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കിട്ടിയ സപ്പോർട്ടേന്ന് അപ്പുറം ഇപ്പുറമൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഞാനവിടെ പൊഴിപ്പിക്കാനായിട്ട് വെച്ചു. പിന്നെ മാത്രമല്ല കുറേ എണ്ണം മോശമായി പോയതുകൊണ്ട് തന്നെ കുറച്ച് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ ഒരു സാധനം പറിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. വേറൊന്നുമല്ല, ഈ ഒരു ഇല പറിക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ ഇല നിങ്ങളുടെ നാട്ടിൽ എന്ത് പേര് പറയുന്നത്? നമ്മുടെ നാട്ടിൽ ഈ ഇലനെ കുറുക്കോട്ടീര ഇല എന്ന് പറയും. കുറുക്കോട്ടി ചപ്പില എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നത്? നമ്മൾ ഈ ഭാഗത്തൊക്കെ ഈ ഇല കൊണ്ട് അപ്പം ചൂടാനായിട്ടാണ് എടുക്കുന്നത് ഈ ഇല. അപ്പോൾ ഇലയാണെങ്കിൽ കുറേയൊക്കെ പൊടി പാറിയിട്ടുണ്ട്, കുറച്ച് മാത്രം നല്ലത് കിട്ടിയിട്ടു. ബാക്കിയെല്ലാം ഇങ്ങനെ പുഴുവൊക്കെ കയറിയിട്ട് ഒട്ടയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അപ്പം ചൂടാനായിട്ട് പറ്റൂലല്ലോ. അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് അട ഉണ്ടാക്കണം വൈകുന്നേരം ചായക്ക് കുറച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇലയാട്ടാണ് ഞാനത് പറിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇലയും പറിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ശനിയാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. കിങ്ങിണി മോളും കുഞ്ഞാറ്റ മോളും വീട്ടിൽ തന്നെ ഉണ്ട്. കിങ്ങിണി അവിടെ എന്തോ എഴുതുന്നുണ്ട്. കുഞ്ഞാറ്റ അവിടെ ചേച്ചിയോട് എന്തല്ലോ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഒന്നിച്ച് വീഡിയോ എടുക്കാനെല്ലാം വന്നിട്ട് റെസ്റ്റ് എടുത്ത് നിൽക്കുന്നത്. പിന്നെ ഞാൻ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയി അവളെ വീഡിയോ എടുക്കാനായിട്ട്. വീണ്ടും തോട്ടത്തിലോട്ട് പോയി. തോട്ടത്തിലോട്ട് പോയത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വാഴയില പറിക്കാനായിട്ട് തോട്ടത്തിലേക്ക് വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറുക്കോട്ടി ചപ്പില കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് വാഴയില കൂടി പറിച്ചിട്ട് അതിലും കൂടി ബാക്കിയുള്ള അടയെല്ലാം പരത്തിയിട്ട് ചൂടാന്നാട്ടോ വിചാരിച്ചത്. സമയം ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ട്. സൂര്യനെല്ലാം അവിടെ അസ്തമിക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നോക്കിയാൽ ഒരു സൈഡ് മാത്രം വെളിച്ചും ഒരു സൈഡ് മാത്രം വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. അങ്ങനെ ഇലയൊക്കെ പറിച്ചത്. ഈ 3 പ്ലാവിൻ്റെ മരമുണ്ട് കേട്ടോ. ഇത് 3 ഞാനൊരു പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് നട്ടതാണ്. ഇപ്രാവശ്യം 4 വർഷമായിട്ടാണ്. ഈ വർഷമെങ്കിലും ചക്ക പിടിക്കുന്നെല്ലാം വിചാരിച്ചു, പക്ഷേ ഒന്നുമില്ല, മരം മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ പുതിയ കുപ്പായം. ഓക്കെ. അങ്ങനെ വൈകുന്നേരം സമയമായതുകൊണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ തിരിച്ചിട്ട് നേരെ കിണറ്റിൻ്റെ അടുത്തേക്ക് വന്നു. കിണറ്റിൻ്റെ അടുത്ത് നിന്ന് വാഴയിലെല്ലാം മുറിച്ചതെല്ലാം ഞാൻ
ചെറിയ ചെറിയ സെറ്റാക്കിയിട്ട് ആടുന്ന് മുറിച്ചെടുത്തു. പിന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നതിനെക്കാട്ടും നല്ലതല്ലേ വിചാരിച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ വാഴയില കൈ കൊണ്ട് തന്നെ ഇങ്ങനെ കീറിയിട്ട് എടുക്കലുണ്ട്. അപ്പം ഞാനങ്ങനെ കീറിയെടുക്കുമ്പോൾ ഇല മൊത്തത്തിൽ കീറുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യൽ അധികം. അപ്പോൾ നമ്മൾ ഇല കുറച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും വാഴയിലുണ്ട്, പിന്നെ ബാക്കി നമ്മളെ കുറുക്കോട്ടി ഇല ഉണ്ടല്ലോ, അപ്പോൾ അത് മതി. അധികം അട പരത്തുക, അതിൽ വെല്ലവും തേങ്ങയും ഇടുക, അത് അടുപ്പത്ത് വേവിക്കാനായിട്ട് വെക്കുക. അതിൻ്റെ പിന്നിൽ എന്തെല്ലാം പണിയുണ്ടല്ലേ അട ആയിട്ട് കിട്ടണമെങ്കിൽ. പണിയൊക്കെ കഴിഞ്ഞെങ്കിലല്ലേ അട അടയായിട്ട് കിട്ടുള്ളൂ. തേങ്ങയുടെ പണിയുണ്ട്, ഇലയുടെ പണിയുണ്ട്, പിന്നെ വെല്ലം അരിയുടെ പണിയുണ്ട്, അരി ഇറക്കണം. അപ്പോൾ ഞാൻ രാവിലെ ഒറോട്ടി ആക്കിയ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒറോട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ഒറോട്ടി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മാവ് ഞാൻ അരച്ചത് മാറ്റി വെച്ചിട്ടാണ് കേട്ടോ അട ഉണ്ടാക്കുന്നത്. അപ്പോൾ അട ചൂടാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇല റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇല മുറിച്ച് കഴുകിയെല്ലാം വെച്ചു. പിന്നെ തേങ്ങയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് കറിക്ക് ചിരകുന്ന സമയത്ത് തന്നെ കുറച്ചധികം ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ റെഡി. വെല്ലം ചിരകി വൃത്തിയാക്കാനുണ്ട്, ചിരകി എടുക്കാനുണ്ട്. പിന്നെ ഇനി നമുക്ക് അടക്ക് പരത്തിയെടുക്കാം. അടയുടെ മാവ് അറിയാമല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. അട വേവിക്കാനായിട്ട് ഇതാ അപ്പച്ചമ്പൽ വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചില്ല കേട്ടോ. തീ ഇപ്പോഴേ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടയെല്ലാം പരത്തിയിട്ട് ആവുന്ന സമയത്തേക്കും തീയെല്ലാം കെട്ടുപോയിട്ടുണ്ടാവും. അപ്പം അട പരത്തി കഴിഞ്ഞിട്ടായിട്ട് തീ കത്തിക്കാം. വാഴയിലയിൽ അട പരത്തുന്ന സമയത്ത് ഇല ഒന്ന് വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചോ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ പരത്താനായിട്ട്. പിന്നെ നമ്മളെ കുറുക്കോട്ടിയുടെ ഇല 3 മാത്രമേ കിട്ടാം. ബാക്കി എല്ലാം ഞാൻ കഴുകുന്ന സമയത്ത് കുറച്ച് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് വാഴയിലയിൽ തന്നെ പരത്തിയെടുക്കാം. ഇതാ നമ്മുടെ അടയുടെ കുറച്ചായിട്ട് എടുത്തിട്ട് കൈ വെച്ച് നല്ല രീതിയിലൊന്ന് വട്ടത്തിൽ പരത്തിയെടുക്കാം. അട ഉണ്ടാക്കി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മധുരത്തിൻ്റെ സാധനങ്ങളിലാക്കുന്നത് നല്ലോണം കുറച്ചിട്ടുണ്ട് കേട്ടോ. മധുരം അല്ലേ വിചാരിച്ചിട്ട് അധികം വെല്ലം കൂട്ടിച്ച് ഉണ്ടാക്കലുള്ളൂ. ഇപ്പോൾ കുറേ നാളായിട്ട് ഉണ്ടാക്കലില്ല. കിങ്ങിണി കുളിച്ചിട്ടെല്ലാം വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്, അമ്മ ഞാൻ സഹായിക്കാറുണ്ട്. അല്ലെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ അടയെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഒറോട്ടി ഉണ്ടാക്കുന്ന സമയത്തെല്ലാം പിള്ളേർ പുറകെ തന്നെ ഉണ്ടാവും. അതിൽ നിന്ന് ഒരു ഉരുള തരുമേ, അതിന് നമ്മളും പരത്തിട്ട് നമ്മളും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പറയും ക്ലേ ആക്കാൻ തരുമേ, ക്ലേ ആക്കിയിട്ട് കുറേ രൂപങ്ങളെല്ലാം ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുഞ്ഞാറ്റ ഇവിടെ ഇല്ല, കുഞ്ഞാറ്റ അപ്പുറം വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കുളിച്ചിട്ടെല്ലാം വന്നിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. രാത്രി ആവാനായിട്ടാ സമയം. കണ്ട നല്ല റൗണ്ടിൽ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തുന്നത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി നമുക്കൊന്ന് വാഴയിലും കൂടി പരത്തി നോക്കാം. വാഴയിലും പരത്തിയെടുക്കാം. ആദ്യം നമ്മളൊരു തുണി വെച്ചിട്ട് ഇതാ തുടച്ച് അതിലത്തെ വെള്ളമൊക്കെ കളയാം. വെള്ളം കളയുന്ന വേണമെങ്കിൽ കളഞ്ഞാൽ മതി. നമ്മുടെ അരക്കുന്നതാ ഒരു ഇത്ര എടുത്തിട്ട് കയ്യിൽ വെക്കാം. ഇതാ നടുവെന്ന് റൗണ്ടിൽ പരത്തിയെടുക്കുക കൈ വെച്ചിട്ട്. ആദ്യമൊന്നും അടയൊക്കെ പരത്തുന്ന സമയത്ത് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ട. ഞാൻ ആദ്യമൊക്കെ അട പരത്തുമ്പോൾ എന്താ പറയണ്ടേ, ഇന്ത്യയും ശ്രീലങ്കയൊക്കെ ആവും. ഇതുപോലെ റൗണ്ടിൽ ആവുമെന്ന് ചെയ്യില്ല. പിന്നെ പരത്തി ഇതുപോലെ റൗണ്ടിലാക്കി എടുത്തു. അതാണല്ലോ എക്സ്പീരിയൻസ് ആണല്ലോ എല്ലാത്തിലും വലുത്. എക്സ്പീരിയൻസ് ഇടുന്ന വെച്ചാൽ എല്ലാവരും ശരിയാവുമല്ലേ. അല്ല റൗണ്ടിൽ നിന്ന് ആവണമെന്നില്ല, എങ്ങനെയാണെങ്കിലും അട പരത്തി എടുത്താൽ മതി. റൗണ്ടിലായാലും എങ്ങനെ ആയാലും പിന്നെ സാധനം കഴിച്ചാൽ പോരെ അല്ലേ, അട തിന്നാൽ പോരെ നമുക്ക്. റൗണ്ടിലില്ലെങ്കിൽ എന്താക്കണ്ടേ ഇപ്പോൾ അതുപോലെ. പക്ഷേ മുമ്പൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ എൻ്റെ വല്യമ്മയൊക്കെ പറയും അടയൊക്കെ ചുടുമ്പോൾ ഇതുപോലെ നൈസായിട്ട് ഇതുപോലെ വട്ടത്തിൽ ചുടണം എന്ന് പറയും. ഇതാ കണ്ട എൻ്റെ അട സൂപ്പറായില്ലേ, നല്ല റൗണ്ടിൽ വന്നിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ എല്ലാ അടയും ഞാനൊന്ന് പരത്തിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ അടയാട്ടെ ഞാനിപ്പോൾ പരത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ പിന്നെ അടക്ക് അരച്ച് വെച്ച് മാവെല്ലാം തീർന്നിട്ടുണ്ട്, അരപ്പെന്നും പറയും, അതൊക്കെ തീർന്നു. ലാസ്റ്റത്തെ അടയാണ് ഞാനിവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസം വരണമല്ലേ എല്ലാവർക്കും അടയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. അതായത് ഓണം വിഷു അങ്ങനെയൊക്കെ വന്നെങ്കിൽ മാത്രമല്ല ഇങ്ങനെയെല്ലാം ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. പറയുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ ദിവസവും ഓണവും വിഷു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ നമുക്ക് അട പരത്തിയിട്ടെല്ലാം ആയിട്ടുണ്ട്. അപ്പം ഇനി
നമുക്ക് അപ്പച്ചമ്പ് വെള്ളം ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടാക്കാനായിട്ട് വെച്ച ശേഷം മാത്രം തേങ്ങയും വെല്ലം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് എല്ലാം അലിഞ്ഞു പോയേ. അങ്ങനെ ആക്കാം. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യുന്നത്. കുറച്ച് അടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല. ഒരു 5-6 അപ്പം തന്നെ പരത്തുകയും ചെയ്യാം. വെല്ലവും തേങ്ങയും ഇട്ടിട്ട് അപ്പം തന്നെ നമുക്ക് വേവിക്കാനായിട്ട് വെക്കുകയും ചെയ്യാം. ഞാൻ കുറച്ച് അധികം ആക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ എല്ലാം പരത്തി വെച്ചത്. പിന്നെ നമ്മുടെ ബെല്ലാണ് കുറച്ച് ലൂസാണ്. അപ്പോൾ അതൊക്കെ നേരത്തെ എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടാവും. നന്നായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് അടയിൽ വെല്ലവും തേങ്ങ ഇട്ട് വെക്കാം. ഈ കത്തിയിട്ട് വെള്ളം ചൂടാക്കാം. തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് അടയിൽ ആവശ്യമില്ല ബെല്ലം കൂടി ഒന്ന് ഇതിൻ്റെ കൂടെ ചിരകി കൂട്ടിയേക്കാം കേട്ടോ. നമുക്ക് അതാ ബെല്ലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതിലത്തേക്ക് ഇതാ നമ്മുടെ ഏലക്ക കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ബെല്ലും തേങ്ങയെല്ലാം. അപ്പോൾ നമ്മൾ അട പരത്തിയതിലേക്ക് നമ്മൾ ഈ ബെല്ലവും തേങ്ങയും ഉള്ളത് കൂട്ടിയിട്ടിടാം. നമുക്ക് വേണമെങ്കിൽ ബെല്ലവും തേങ്ങയും വിളയിച്ചിട്ട് എടുക്കുന്നില്ല, അങ്ങനെ ചെയ്തിട്ട് വേണമെങ്കിൽ അട ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇതിപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടാണ്. ഈ ബെല്ലാണെങ്കിൽ കുറച്ച് ലൂസായതുകൊണ്ട് കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇതിലേക്ക് ഇടാനും പറ്റുന്നില്ല നമ്മളെ അടയിലേക്ക്. പിന്നെ ഒരു ഇതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അടയുടെ ഉള്ളിൽ നിറച്ചുമായിട്ട് ഇടാം, പിന്നെ സൈഡിലായിട്ട് ഇട്ടിട്ട് മടക്കുകയും ചെയ്യാം. അങ്ങനെ ഇടലുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അട ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തല്ലേ, ഏകദേശം ആൾക്കാർക്കും അട ഉണ്ടാക്കാൻ അറിയും. ഞാൻ വെറുതെ കാണിച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് പരത്തിയിട്ട് ഈ ഒരു രീതിക്കാണ് അധികം ഉണ്ടാക്കൽ. അരച്ചിട്ട് തന്നെയാണ് കേട്ടോ അധികം ഉണ്ടാക്കുന്നത്. പൊടിയാക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കലില്ല. അങ്ങനെ എല്ലാത്തിലും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അട മടക്കിയിട്ട് അപ്പച്ചമ്പിലേക്ക് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ. പിന്നെ ഏകദേശം ഇത്ര പടയില്ലത് കുറേ എണ്ണം ഉണ്ട്, 10-15 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ അതെല്ലാം കൂടിയിട്ട് മടക്കി സെറ്റാക്കിയിട്ട് നമുക്ക് അപ്പച്ചമ്പിലേക്ക് വേവിക്കാനായിട്ട് വെക്കാം. വെള്ളം നല്ല ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ നല്ല രീതിയിൽ വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ മടക്കി വെച്ച അടയിൽ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ചൂട് നല്ലതായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ അടയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി ഇങ്ങനെ കയ്യിലേക്ക് തന്നെ തട്ടിയിട്ട് ചൂട് കയറുന്നുണ്ട് അങ്ങനെ. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്ത് ഞാൻ അതിലൊരു ഈർക്കലിൻ്റെ ഒരു കഷ്ണം പോലെ എന്തെങ്കിലും ആയി ഒരു സാധനം ഒരു കോല് പോലത്തെ അതിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കുറേ അട വെക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആവി പുറത്തോട്ട് വരില്ല, പിന്നെ അട വേവുകയും ചെയ്യില്ല. കിങ്ങിണി ഇതാ അടുപ്പിൻ്റെ അടുത്ത് പോയിട്ട് അട വേവുകൾ അവിടെ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വേഗം പോയി അങ്ങോട്ടേക്ക്. അപ്പോൾ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അടയെല്ലാം നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്ത് പരിപാടി, അട എടുക്കുക, ചൂടോടുകൂടി കഴിക്കാം അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ചൂടോടുകൂടി കഴിക്കാൻ നിൽക്കുന്നില്ല, മക്കൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇന്ന് കുളിച്ചിട്ട് വരട്ടെ. എന്തായാലും കുറേ സമയം വൈകി. അപ്പോൾ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് സമാധാനത്തിൽ ഇരുന്നിട്ട് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോഴത്തേക്ക് ചൂടൊക്കെ കുറച്ച് കുറയുമല്ലോ. അങ്ങനെ മക്കൾക്ക് അടയും എടുത്ത് വെച്ചിട്ട് ഞാനാണെങ്കിൽ കുളിക്കാനും പോയി. അങ്ങനെ കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ അട കഴിച്ചത്. അപ്പോൾ അട കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തില്ല, ഒരു ഫോട്ടോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കേട്ടോ.